ബോക്സ് ഓഫീസിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, അതുപോലെ തന്നെ സംവിധായകൻ ലാൽ ജോസിനും നടൻ ദിലീപിനും ഒക്കെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്തിയൊരു സിനിമയാണ് മീശ മാധവൻ. 2002 ജൂലൈ 4 റിലീസായി. വളരെ സൈലന്റ് ആയിട്ട് വന്ന് ബോക്സ് ഓഫീസിൽ കുലുക്കി, എന്താ പറയുക, ശരിക്ക് തരംഗം സൃഷ്ടിച്ച സിനിമയാണ് മീശ മാധവൻ. മീശ മാധവൻ അന്ന് ഒരുപാട് ഹിറ്റായി. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് ലാഭം നേടി. ലാൽ ജോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് അല്ല, റീമേക്ക് റൈറ്റ്സ് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിൻ്റെ റൈറ്റ്സ് ഒക്കെ വിറ്റുപോയിട്ടുള്ളത് പല ഭാഷകളിലൊക്കെ. അന്നൊരു ദിലീപ് സിനിമയ്ക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഡബിൾ എമൗണ്ടിലേക്കാണ് അതൊന്ന് വിറ്റുപോരുന്നത്. ഈ ഒരു സിനിമ ഇവിടെ ഹിറ്റായി ഓടിയ സമയത്ത് തമിഴിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് സ്വർഗചിത്ര അപ്പച്ചനാണ് അന്ന് ഓൾറെഡി തമിഴിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റീമേക്ക്, മലയാളം ഫ്രണ്ട്സിൻ്റെ റീമേക്ക് ഒക്കെ വിജയിനെ വെച്ച് ചെയ്ത് വിജയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹം അനീതി പ്രാവിൻ്റെ റീമേക്ക് സമയത്തൊക്കെ, കാതലിക്ക് മര്യാദ എന്ന് പറഞ്ഞ റീമേക്ക് ചെയ്യുന്ന സമയത്ത് വിജയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സിനിമയോടുകൂടി നിങ്ങൾ 1 കോടി റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു വലിയൊരു താരമായി മാറുമെന്നൊക്കെ പറഞ്ഞ് വിജയ്ക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു നിർമ്മാതാവാണ്. അങ്ങനെ അദ്ദേഹം വിജയിന് വെച്ച് ഈ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ എനിക്ക് തോന്നുന്നു ലാൽ ജോസിനെ തന്നെ സംവിധായകനായിട്ടൊക്കെ അന്ന് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ വിജയ് സിനിമയുടെ പ്രിവ്യൂ ഒക്കെ വിജയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രിവ്യൂ ഒക്കെ വെച്ച് സിനിമ കണ്ടു. വിജയ് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്താണ്. ലാൽ ജോസിനെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഗംഭീര സിനിമയാണ്, പക്ഷെ ഇത് ഞാൻ ചെയ്താൽ അത് അവിടെ തമിഴിൽ ക്ലിക്ക് ആവില്ല. അപ്പോഴേക്കും വിജയ് അവിടെ വലിയൊരു ഹീറോ ആയി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ വിജയ് പറഞ്ഞു, ഇതൊരു അപ്കമിങ് സ്റ്റാർ ചെയ്യണം, പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. വിജയ് പറഞ്ഞു, ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നെപ്പോലത്തെ ഒരു സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിൽക്കില്ല, കാരണം ഓഡിയൻസ് അത് കൂടുതൽ, എൻ്റെ ഫാൻസ് അത് ഒരുപാട് പ്രതീക്ഷിക്കും എന്ന് അന്ന് വിജയ് പറഞ്ഞിരുന്നു. അങ്ങനെ ആ സിനിമ വിജയ് അത് ചെയ്തില്ല. പിന്നീട് ഞാൻ അന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട്, വിക്രമിനും, അന്ന് നമുക്കറിയാം വിജയ് കഴിഞ്ഞാൽ പിന്നെ വിക്രമാണ്. ശരിക്കും സൂര്യ അതിന് ശേഷമാണ് വിക്രം. വിജയ് ഒരു 2000 ഒക്കെ ആയപ്പോൾ തന്നെ വലിയൊരു സ്റ്റാറായി. ഫ്രണ്ട്സ് സിനിമ സംഭവിക്കുന്നു, ഭയങ്കര താരമായി മാറി. സൂര്യയൊക്കെ ശരിക്കും ഒരു കാക്കയും 2003 കാക്കയൊക്കെ ആയിട്ടാണ് സൂര്യ വരുന്നത്. പക്ഷെ വിക്രം ജെമിനിയും ഒക്കെ ആയപ്പോൾ തന്നെ വിക്രം ഒന്ന് കയറി വരുന്നിരുന്നു. എന്തായാലും അന്ന് വിജയ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വിജയ് ഈ പറഞ്ഞ പോലെ കാരണങ്ങൾ കൊണ്ട് വിജയ് അത് ചെയ്തില്ല. വിക്രമിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വിക്രമും അത് ചെയ്തില്ല. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ട് കൊള്ളൈക്കാരൻ എന്നായിരുന്നു പേര്. കൊള്ളൈക്കാരൻ എന്ന് പറയുന്നത് ആ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. തെലുങ്കിൽ രവി തേജയായിരുന്നു ആ റോള് ചെയ്തത്. രവി തേജ ചെയ്ത് തെലുങ്കിൽ അത് അത്യാവശ്യം വിജയിക്കായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ വിജയ് അത് ചെയ്തില്ല.